നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ മനസ്സിലായില്ലേടാ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാ? ദേ വരുന്നു. സത്യാമ്മയ്ക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? മോളെ, വാഷ്റൂമിൽ പോയിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇതെന്താ കാണാത്തെ? ഞാനും അത് ആലോചിക്കുന്നത്. ഇത്രയും നേരം എന്തായാലും എടുക്കേണ്ട കാര്യമില്ലല്ലോ. എടാ വിഷ്ണു, നീ ഒന്ന് പോയി നോക്കിയാടാ. ഇനി നമ്മളെ കണ്ടിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ടോന്ന്. പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ മുമ്പിൽ വന്ന് പെടരുതെന്ന്. അമ്മ ഇതൊരു ഹോട്ടലാണ്, ഒച്ചക്കല്ലേ. ഓ, നിന്നെ ചതിച്ചിട്ട് അങ്ങനെ ഇവിടെ ആരും ആളാവണ്ട. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളടാ. സത്യാമ്മേ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ അച്ഛനെ കണ്ടിട്ട്? ഇനി അച്ഛനെന്നാ തിരിച്ചു പോന്നേന്ന് വല്ലതും പറഞ്ഞോ? അത് എപ്പ വേണമെങ്കിലും പോവാ സത്യാമ്മേ. ചെലപ്പോ അച്ഛൻ ഇന്ന നിപ്പി തന്നെ പോയി കളയും. ഇപ്പോഴും അങ്ങനെ പോയി കളഞ്ഞതാണോ? ഏയ്, കൂടെ ഞാനും കൂടി ഉള്ളതല്ലേ, അങ്ങനെ പോയില്ല. എന്നിട്ടിപ്പോ ആളെ കാണുന്നില്ലല്ലോ. തിരക്കിപ്പോയ വിഷ്ണുവിനെയും കാണുന്നില്ല. ബിഗ് ഫ്രണ്ട് വരുന്നു. എന്തായിടാ, കണ്ടോ? മോളെ, അവിടെ ആരും കാണുന്നില്ലല്ലോ. ചെലപ്പോ പുറത്തെന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇറങ്ങി കാണും. ഞാൻ കൈ കഴുകിട്ട് നോക്കാം ബിഗ് ഫ്രണ്ടേ. ഇപ്പൊ മനസ്സിലായില്ലേടാ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാ? ദേ വരുന്നു. കണ്ടില്ലേ, എല്ലാവരും ഒരുമിച്ചാ കെട്ടിയൊരുങ്ങി ഇറങ്ങിയിരിക്കുന്നത്. ഓ, അപ്പൊ നീയും ഉണ്ടായിരുന്നോ ഇവരുടെ കൂടെ? ഇപ്പോഴെല്ലാം മനസ്സിലായി. കണ്ടോടാ, നീ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കൊണ്ട് നടക്കല്ലായിരുന്നു ഇവളെ. നീ ജീവിതകാലം മുഴുവൻ ഇവളെ മനസ്സിൽ ധ്യാനിച്ച് ഇങ്ങനെ നടക്കത്തേ ഉള്ളൂ. പക്ഷെ ഇവളെ കണ്ടോ? ഭർത്താവ്, കൊച്ച്, ഉത്തമയായൊരു ഭാര്യ. അവൾ അവളുടെ ജീവിതം ആസ്വദിക്കുക. സത്യയുടെ അച്ഛനെവിടെ? അത് വിഷ്ണുട്ടാ, ഭാരശാലിനി സത്യയുടെ അച്ഛനാരാ? വിഷ്ണുട്ടാ, അത് ഞാൻ. അമ്മേ, അമ്മേ, അമ്മ ഇപ്പൊ വന്നു. അച്ഛനെ കണ്ടില്ലേ? അമ്മേ, അച്ഛൻ വാഷ്റൂമിൽ പോയിരിക്കുക. ഇപ്പൊ വരും. എനിക്കറിയാം, നമ്മളെ കാണാതിരിക്കാൻ വേണ്ടി ഇവൾ അവനെ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. നമ്മളെന്തെങ്കിലും ചോദിച്ചു പോയാ
സത്യങ്ങളെല്ലാം വെളി വന്നാലോ? ആ ഒരു പേടി ഇവൾക്കുണ്ട്. അതുകൊണ്ട് അവൻ ഇവള് നമ്മൾ വരുന്നതിന് മുൻപേ പറഞ്ഞു വിട്ടു. നീ ബുദ്ധിമതിയാടി, ഭയങ്കര ബുദ്ധിമതി. നിന്റേത് കളക്ടർ ബുദ്ധിയല്ലേ? അപ്പൊ ഇതല്ല, ഇതിനപ്പുറവും കാണിക്കും. ഞാൻ ആരെയും ഒളിപ്പിച്ചിട്ടൊന്നുമില്ല. എനിക്കതിന്റെ കാര്യമില്ല. എന്നാ പിന്നെ സത്യരച്ഛനെവിടെ? ഇത്രയും നേരം സത്യക്ക് ഒപ്പം ഉണ്ടായിരുന്നു പറയുന്നത് സത്യരച്ഛനെവിടെ? ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് വാഷ്റൂമിൽ പോയതാന്ന് പറയുന്നു. പിന്നെ ആളെ എങ്ങോട്ട് പോയി ശാലിനി? ആവിയായിട്ട് പോയോ? അതോ അദൃശ്യനായി പോയോ? എനിക്ക് മനസ്സിലാവണില്ല, അതാ ചോദിക്കണേ. വിഷ്ണുട്ടാ, അത് പിന്നെ എന്താ നടന്നെന്ന് വെച്ചാ, വിഷ്ണുട്ടാ, അത് പിന്നെ എന്താ എന്താ പറയാത്തത്? കള്ളി, പേരും കള്ളി. എന്തോ വലിയ നോണ ആലോചിച്ചോണ്ട് വന്നതാ. കിട്ടാതായപ്പോ അതങ്ങ് വിഴുങ്ങി. എടാ, ഇപ്പൊ നിനക്ക് ഇവളുടെ തനി നിറം മനസ്സിലായില്ലേ? ഈ പഠിച്ച കള്ളിയുടെ പല മുഖങ്ങളിൽ ഒരു മുഖം കൂടി നീ കണ്ടില്ലേ? എടാ, ഇനിയെങ്കിലും ഇവളെ മനസ്സിലിട്ടോണ്ട് നടക്കാതെ പുതിയൊരു ജീവിതം ഉണ്ടാക്കാൻ നോക്കടാ. പറഞ്ഞു കൊടുക്കാം അച്ഛനെവിടെയെന്ന്. അമ്മ എന്താ മിണ്ടാ നിക്കുന്നേ? സത്യാമ്മ ചോദിക്കുന്ന കേട്ടില്ലേ? നിന്റെ അമ്മ നിന്റെ അച്ഛനെ പറഞ്ഞു വിട്ടു, ഞങ്ങളെ കാണിക്കാതിരിക്കാൻ വേണ്ടി. എന്തിനാ അമ്മ അച്ഛനെ പറഞ്ഞു വിട്ടത്? കഷ്ടായി പോയല്ലോ. പറയമ്മേ. അച്ഛന് ജോലി സ്ഥലത്തുനിന്ന് ഫോൺ വന്നു മോളെ. എന്തിനാ പെട്ടെന്ന് പോയി എന്നോട് പറയാതെ? അത് പിന്നെ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്നും പറഞ്ഞപ്പോ ഫോൺ, അതാ അച്ഛൻ പോയത്. അയ്യോ, കഷ്ടമായി പോയല്ലോ. ബിഗ് ഫ്രണ്ടിനെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞ് ഞാനാ വിളിച്ചു വരുത്തിയത്. സോറി ബിഗ് ഫ്രണ്ടേ, എന്നോട് ക്ഷമിക്ക്. അച്ഛന് ജോലി സ്ഥലത്തുനിന്നും പെട്ടെന്ന് ചെല്ലാൻ ഫോൺ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ഈ കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ? വിഷ്ണുട്ട, നീ എന്തിനാ ഇങ്ങനെ നുണകൾ പറയുന്നേ? പറയട്ടെ. ആരെ ബോധിപ്പിക്കാനാ? ആരെ ബോധിപ്പിക്കാനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? വിഷ്ണുട്ട, ഞാൻ പറയാം. ഞങ്ങൾ വരുന്നത് കണ്ടോണ്ട് മാത്രമാ നീ സത്യരച്ഛനെ പറഞ്ഞുവിട്ട്. വിഷ്ണുട്ട, ഞാനിപ്പോ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ മുന്നിൽ നിൽക്കുന്ന ആള് നീയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.